ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹം സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. താങ്ക് യു. നമുക്ക് നോക്കാം ഇന്ന് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും കറണ്ട് എനർജി എന്താണെന്ന്. ഓക്കെ, പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേൾമി. എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്? പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേൾമി. എന്ത് കറണ്ട് എനർജിയാണുള്ളത്? താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്ത് കറണ്ട് എനർജി കൂടിയാണ് എൻ്റെ വ്യൂസ് കടന്നു പോകുന്നത്? എന്ത് കറണ്ട് സിറ്റുവേഷനിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് കടന്നു പോകുന്നത്? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. 6, 11, 7, 2, 19, 1, 10, 2, 1. ഓക്കെ, ജെമിനി, മിഥുനം, ടോറസ്, ഇടവം, കാൻസർ, കർക്കിടകം, സജിറ്റേറിയസ്, ധനു. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്. പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് പേജ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ജോലി ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷമായിട്ട് കടന്നു പോകാം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഓഫറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുകയാണ്. മറ്റ് ചില വ്യക്തികൾക്ക് ചില പണത്തിന് വേണ്ടി എവിടെയെങ്കിലും അപേക്ഷ കൊടുത്തിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന ദിവസം ഓക്കെ ആയി വരികയാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് അഫർമേഷൻ ചെയ്ത ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില സംഭവങ്ങൾ, ചില വാഹനങ്ങളായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആഗ്രഹിച്ച് നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയാണ്. നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നുണ്ട്. ചില വ്യക്തികളിൽ നിന്നുള്ളൊരു ഓഫറായിരിക്കാം, ചില പ്രപ്പോസലായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇന്ന ദിവസം. ഒരു പക്ഷേ ഈ എനർജി കടന്നു പോയതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെ വന്ന് കാണുന്നതിന് വേണ്ടിയിട്ടും അവരാഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കാണാൻ നിങ്ങൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണെ ചെന്ന് കാണുന്നതിന് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും പണത്തിൻ്റെ കാര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇത്രയും നാൾ വെയിറ്റ് ചെയ്തോ, ചില വിസയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുകയാണ്. നിങ്ങളുടെ ജോലി, നിങ്ങൾ ഒരുപാട് നാളായി വെയിറ്റ് ചെയ്ത ജോലി തന്നെ നിങ്ങളിലേക്ക് വീണ്ടും വരികയാണെന്നാണ് എനർജി വീണ്ടും വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഹാപ്പി ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അഫർമേഷൻ ചെയ്യുന്നത് നിങ്ങൾ കുറേ നാളായിട്ട് അഫർമേഷൻ ചെയ്യുന്നു. പേഴ്സൺ തിരിച്ചു വരുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് സഫലമായിരിക്കും. ഓക്കെ, ഹാപ്പി ഫാമിലി നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. സണ്ണാണ് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങളെ തടഞ്ഞു വെച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയാണ്. ചില ബൗണ്ടറികൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓപ്പണായി നിങ്ങൾ ഫ്രീ ആകാൻ പോകുകയാണ്. നിങ്ങൾ ടെൻഷനിൽ നിന്നാണെങ്കിലും കണ്ണീരിൽ നിന്നാണെങ്കിലും നിങ്ങൾ ഫ്രീ ആകാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിലൊരു സക്സസ്, ഒരു സെലിബ്രേഷൻ വരികയാണ്. ഒരു റീബർത്ത് വരികയാണ്. എന്താണോ അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു റീബർത്ത് ഉണ്ടാകുകയാണ്. നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് വരികയാണ്. ഇതുവരെ നിങ്ങൾ തളർന്നിരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് വരുന്നു. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ ലഭിക്കുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ മാതാപിതാക്കൾ, മൂൺ ആൻഡ് സണ്ണാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മാതാവും പിതാവും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാൻ സാധ്യതയുണ്ട്.
അമ്മയുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കാൻ, കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഇന്ന ദിവസം അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം തന്നെ കാണുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. നിങ്ങൾ സ്ട്രെങ്ത് ആകുന്നു. ആ ഒരു സ്നേഹം നിങ്ങളെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുള്ള സ്നേഹമാണ്. നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന സ്നേഹം നിങ്ങളെ ഒരുപാട് ബലപ്പെടുത്തിയ സ്നേഹമാണ്. നിങ്ങളെ ഒരുപാട് കരയിപ്പിച്ച സ്നേഹമാണ് എന്ന് വയ്ക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കും. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നു. മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സണ് എന്തെങ്കിലും കണക്റ്റ് കാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഓക്കെ, നാൽക്കാലികളെ ഇണക്കി വളർത്തുന്ന വ്യക്തികളായിരിക്കും. ഡോഗ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്. ചില പക്വതയില്ലാത്ത വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സണോ. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ഇളയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രായം കുറഞ്ഞ വ്യക്തിയായിരിക്കാം. അതും അല്ലെങ്കിൽ പക്വത കുറവാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഭാരം ചുമക്കുന്നുണ്ടെങ്കിൽ, വർക്ക് കൂടുതൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓവർ ഡ്യൂട്ടി തരുന്നു എന്ന് തോന്നുന്നു. അതിലൊരു വിജയം കാണാൻ പോവുകയാണ്. നിങ്ങളുടെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ പോകാൻ പോകുന്നു. ഇതുവരെയും നിങ്ങളെ പല വ്യക്തികളും ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, മാനസികമായി നിങ്ങളെ തകർത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് വരും. ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം നിങ്ങളെ ഒരുപാട് മാനസികമായി തകർത്തുകൊണ്ടിരുന്ന ചില വ്യക്തികളുണ്ടായിരിക്കാം. അവരുടെ മുമ്പിൽ കൂടി നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രൊമോഷൻ ലഭിക്കുകയോ നിങ്ങൾക്കൊരു വിജയം ലഭിക്കുകയോ സാലറി കൂട്ടി കിട്ടുകയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുമോ നിങ്ങൾക്ക് മാത്രമാണ് ഇത്രത്തോളം ഭാരം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഓവർ വർക്ക് തരുന്നത്, അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു വിജയം വരികയാണ്. നിങ്ങൾ എന്ത് ചിന്തയിലാണോ ഇരുന്നത്, ഒരുപാട് ബേർഡനായിട്ടുള്ള ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാത്ത വണ്ണം തളർന്ന അവസ്ഥയിലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു വിജയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. 6 ഓഫ് വാണ്ടാണ് വരുന്നത്. നിങ്ങളെ മറ്റുള്ള വ്യക്തികളെല്ലാം കുറ്റം പറഞ്ഞ് അപമാനിച്ച് നിർത്തിയിരുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം. അവിടെ നിന്ന് നിങ്ങൾക്കൊരു വിജയമാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു. ആ ഓവർ തിങ്കിങ്ങിനെല്ലാം അവസാനം വന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് എൻ്റെ എനർജി കൂടി എടുക്കാം. ഓക്കെ, നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി നോക്കാം. പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. സെവൻ ഓഫ് സോഡ്, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചില ചീറ്റിങ്ങിൽ പെട്ടിരിക്കുകയാണ്. അവരെ ചില വ്യക്തികൾ മാനസികമായി തകർത്തിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് പണം ചില കാര്യങ്ങൾക്ക്, ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ചില വ്യക്തികൾക്ക് പണം കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതൊന്നും അവർക്ക് തിരിച്ച് ലഭിക്കാതെ അവർ വെയിറ്റ് ചെയ്യുകയാണ്. ആ പണത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വർക്ക് എന്തിലെങ്കിലും ചെയ്തതിന് ശേഷം അവിടെ നിന്നും അതിൻ്റെ കറക്റ്റായിട്ടുള്ള വേതനം ലഭിക്കാതെ അവരെ പറ്റിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? കിങ് ഓഫ് സോഡ്, നിങ്ങളുടെ പേഴ്സണെ ആരോ ചതിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് ചില വ്യക്തികൾ കടന്നു പോയിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്പാണ്. ഒരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണെ മാനസികമായി തകർത്തുകൊണ്ട് ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്നും കടന്നു പോകാൻ ശ്രമിക്കുന്നു. വഞ്ചിച്ചുകൊണ്ട് ചില വിലപിടിപ്പുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് കടന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ അക്യൂരിയസ് ആണ് വന്നിരിക്കുന്നത്. ചില വെല്ലുവിളികൾ നിങ്ങളുടെ പേഴ്സൺ നേരിടുന്നുണ്ട്. ചില വൈകാരികമായിട്ടുള്ള ഉയർച്ച താഴ്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങളുടെ പേഴ്സണ് ചില സംശയങ്ങൾ ഉണ്ടാകുകയാണ്. ഇപ്പോൾ എന്തും ആര് കൂടെ വന്നിരുന്നാലും ഒക്കെ സംശയമായിട്ട് മാറിയിരിക്കുകയാണ്. മാനസികമായി തകർന്നത് കൊണ്ടാകാം. ഇപ്പോൾ എന്തും ഏതും അവർക്ക് സംശയത്തോടു കൂടിയാണ് അവർ കാണുന്നത്. ആ സംശയം അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. ആരെങ്കിലും അവരെ വിട്ടു പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയം തോന്നുന്നുണ്ട്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും ചതിച്ചുകൊണ്ട് മാറുകയാണോ, അതെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുകയാണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്, 7 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഗൾഫിലൊക്കെ മറ്റോ. അതല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട്, ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒന്നുകിൽ വിസയോ അല്ലെങ്കിൽ പണമോ തിരിച്ച് ലഭിക്കുന്നില്ല, യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നു. അപ്പം ഇത്രയും നാൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കണ്ടിരുന്ന ഒരു സ്വപ്നമായിരുന്നു അത്. അതിനിപ്പോൾ തടസ്സമായി നിൽക്കുകയാണ്. അവർക്ക് പോകാൻ കഴിയുന്നില്ല. അത് അവസാനിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. വളരെ വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സൺ കുറേ നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഒരു അഫർമേഷനാണ് ചെയ്തിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചായിരിക്കാം. അവരുടെ ജീവിതത്തിലേക്ക് കുറേ നാളായിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. അവരിൽ നിന്ന് വിട്ടുപോയ വ്യക്തി നിങ്ങളായിരിക്കാം. അവരിൽ നിന്ന് വിട്ടുപോയ നിങ്ങളെക്കുറിച്ച് അവർ അഫർമേഷൻ ചെയ്യുകയാണ്. നിങ്ങൾ അവരിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി അവരായിട്ട് നിങ്ങളിലേക്ക് വരുത്തുന്നില്ല, പക്ഷേ അവർ അഫർമേഷൻ ചെയ്ത് നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ അഫർമേഷൻ ടെക്നിക്ക് അറിയാവുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ പിരിഞ്ഞ് നിങ്ങളിൽ നിന്ന് ഒരു ബ്രേക്കപ്പായി പോയ വ്യക്തിയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങളെ അവർ ആലോചിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ സോളിനെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് അഫർമേഷൻ ടെക്നിക്ക് അറിയാവുന്ന വ്യക്തിയായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാതെയെങ്കിലും നിങ്ങളുടെ ഫോട്ടോയോ നിങ്ങളുടെ മെസ്സേജോ ഇപ്പോഴെടുത്ത് നോക്കുന്നത് കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പേഴ്സണിലേക്ക് എത്രയൊക്കെ മാറിപ്പോകണമെന്ന് വിചാരിക്കുമ്പോഴും അവരുടെ ആ ഒരു മാനിഫെസ്റ്റ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മയിൽ നിന്നും ആ ഒരു വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ അവരിലേക്ക് തന്നെ അട്രാക്റ്റ് ആവുകയാണ്. ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സന് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു എങ്കിൽ അവർക്ക് നിങ്ങളെ കഴിയും പ്രയോറിറ്റി മറ്റ് ചില വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പണത്തിനോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾക്കോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും മായയായിരുന്നു എന്നും അവരുടെ കർമ്മഫലമാണ്, കാർമികമായിട്ടുള്ള കാര്യങ്ങളാണ് അവരെ ചുറ്റപ്പെട്ട് വന്നിരിക്കുന്നതെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെന്നുള്ളത് ഒരു യൂണിവേഴ്സിൻ്റെ പവറാണെന്നും നിങ്ങളെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ എന്ത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ അവരിപ്പം നെഞ്ചത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളെ വിട്ട് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെ പെയിൻഫുൾ സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിനെ തകർത്ത ഒരു തേർഡ് പാർട്ടി, അത് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. സാമ്പത്തികമായിരിക്കാം, ജോലിയായിരിക്കാം നിങ്ങളുടെ ഇടയിലെ തേർഡ് പാർട്ടി. ആ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവരെന്തിനാണോ പണം ഇൻവെസ്റ്റ് ചെയ്തത് അതെല്ലാം അവർക്ക് നഷ്ടമായി പോയി. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് അവരെവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അത് മുഴുവനും അവർക്ക് പെയിനാണ് തരുന്നത്. ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്നും ആ വേദനയിൽ കൂടി അവർ ഈ ഒരു നിമിഷം കടന്നു പോകുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തരാത്ത സ്നേഹം ഇതുവരെയും നിങ്ങളുടെ സ്നേഹമോ ഓഫറോ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങൾ കൊടുത്തിരുന്ന ഓഫറുകളെല്ലാം ഇപ്പം നിങ്ങൾ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കോളും മെസ്സേജും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ മുന്നിലോട്ട് ചെന്ന് നിന്നിരുന്ന സംഭവങ്ങളെല്ലാം ഒരുപക്ഷെ ഈ ഒരു സമയത്ത് കാണുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി മെസ്സേജ് അയക്കുന്നതിനും കോൾ ചെയ്യുന്നതിനും നിങ്ങളെ കാണാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയം അവർ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇനി നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഒരുമിച്ചുള്ള എനർജി, റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുള്ള എനർജി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെയും പേഴ്സൻ്റെയും
എനർജി, വിയോസിനെ ബേസ് ചെയ്ത്, വിയോസിൻ്റെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് എന്താണ് ഇപ്പോഴുള്ള കറണ്ട് എനർജി? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വിയോസിൻ്റെയും പേഴ്സൻ്റെയും എനർജി പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഓഫർ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മെസ്സേജ് അയക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് കാണിച്ച ചില ദേഷ്യമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തിയും അവർ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ചിലത് അവസാനിച്ചുവെങ്കിൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും അത് ആരംഭിക്കണം എന്നവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 1, 12, 3, 14, 5, 13, 4, 1, 10, 17, ഓക്കെ 8. ഇവിടെ വന്നിരിക്കുന്ന രാശി ലിബ്ര, ടോറസ്, ജെമിനി, ഇടവം, മിഥുനം, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, ധനു, കാപ്രിക്കോൺ, മകരം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഓഫർ തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ പണത്തിൻ്റെ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പണവുമായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് സംഭവമായിട്ട് എന്തൊക്കെ കാരണങ്ങൾ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ആ ഒരു ചില ബന്ധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില സ്ട്രഗിളുകൾ ആ മാർഗത്തിന് തടസ്സമാക്കി വെച്ചിരിക്കുകയാണ്. ആ മാർഗം അത് കടന്ന് അപ്പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രശ്നങ്ങളാണ്. നിങ്ങൾ ഈ ഇതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകും. ആ കുതിരയുടെ വേഗത എന്ന് പറയുന്നത് വളരെ മന്ദഗതിയിലാണ്. ഓക്കെ, അവർ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളായിരിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം. ആ ഒരു സമയത്ത് സമ്പത്തിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും വാക്കുകൾ വന്നിട്ടുണ്ടായിരിക്കാം. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഇമോഷനെ തകർത്തുകൊണ്ട് പോയ വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഇമോഷനെ വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ അവർ തന്നെ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ചില വാക്കുകളാണ് പ്രശ്നം. മുന്നേ നമ്മൾ ഇട്ട വിത്തുകളെല്ലാം ഇപ്പോൾ അവർ നിങ്ങളുടെ നേർക്ക് ഇട്ടിട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ഇട്ട് പോയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇവിടെ ഒരു സജിത എന്ന് പറയുന്ന ഒരു പേര് വന്നിട്ടുണ്ട്. ഒരു 20-25 ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡേറ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പം അവർ തന്നെ ചില വാക്കുകൾ എന്നേക്കുമായിട്ട് ഈ റിലേഷൻ അവസാനിപ്പിക്കാം എന്നുള്ള ചില വാക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇട്ടിട്ട് പോയത് ഇപ്പോൾ അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് നോക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം കർമ്മ വളരെ വലുതായിരിക്കുന്നു. എന്താണോ വിതച്ചത് അത് നൂറുമേനിയായിട്ട് അവരുടെ മാർഗത്തിന് തടസ്സമായിരിക്കുന്നു. അവർക്കിപ്പം അവർ ചെയ്ത വാക്കുകൾ, അവർ പറഞ്ഞ വാക്കുകൾ കാരണം നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളോട് റൂഡായിട്ട് ഒരുപാട് ശക്തിയായിട്ട് പെരുമാറിയ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നന്മ ലഭിക്കത്തില്ല. നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ തകർന്നു പോകും, അവരില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ചില വാക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ സ്നേഹത്തെ തള്ളിക്ക പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അവർക്ക് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നന്മ ലഭിക്കില്ല എന്നും അവരുടെ ജീവിതത്തിന് ഗ്രോത്ത് ലഭിക്കില്ല എന്നും ഒക്കെ ഒരു പക്ഷേ നിങ്ങളുടെ മുഖത്ത് നോക്കി അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് നിങ്ങളുടെ മുഖത്ത് നോക്കി ഹാർഡായിട്ടുള്ള ചില വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അവർക്ക് കടന്നു വരുന്നതിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കൊടുങ്കാറ്റ് വീശിയ വ്യക്തിയായിരിക്കാം. ഒരുപാട് സ്ട്രഗിൾ നിങ്ങളുടെ ലൈഫിൽ തന്ന വ്യക്തിയായിരിക്കാം. ചില മൃഗീയമായിട്ട് തന്നെ നിങ്ങളോട് പെരുമാറിയ വ്യക്തിയായിരിക്കാം. ചില വാക്കുകൾ, കഠിനമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ മാനസിക അവസ്ഥ തകർത്ത വ്യക്തിയായിരിക്കാം. നിങ്ങളെ ഒരു ചുഴിയിലേക്ക് എന്ന പോലെ, ദുഃഖത്തിൻ്റെ ചുഴിയിലേക്ക് എന്ന പോലെ തള്ളിയിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പം അതെല്ലാം അവരുടെ ലൈഫിൽ ഇതെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് ബ്ലോക്കായി നിൽക്കുകയാണ്. അവർ പറഞ്ഞു പോയ ചില വാക്കുകൾ നിങ്ങൾ ക്ഷമിച്ചേക്കാം, പക്ഷേ അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യുന്നതിന്, നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ചില വ്യക്തിയുടെ ലൈഫിൽ ചില തേർഡ് പാർട്ടികൾ തടസ്സം നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് തേർഡ് പാർട്ടി ആരുമാകാം.
ഓക്കെ, ഫാമിലി ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ പേരൻസ് ആകാം, അല്ലെങ്കിൽ ലവ് തേർഡ് പാർട്ടി ആകാം, ആര് തന്നെ ആയിരുന്നാലും നിങ്ങളിലേക്ക് കടന്നു ചെല്ലരുത്, കോള് മെസ്സേജ് ഒന്നും അയക്കാൻ പാടില്ല എന്ന് കർക്കശമായിട്ടുള്ള നടപടി എടുത്തതിനെ തുടർന്ന് അവർക്ക് നിങ്ങളുടെ സ്നേഹത്തെ ഉപേക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഓക്കെ, കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയതുകൊണ്ട് അവർക്ക് ഭയമാണ്. ആ തേർഡ് പാർട്ടിയെ ഭയന്ന് നിങ്ങളുടെ സ്നേഹത്തെ വേണ്ട എന്ന് വെച്ച് അവസാനിപ്പിച്ച് പോയ വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർത്തവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വണ്ണം അവർ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിന് മുന്നിൽ, അതിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്തും ഈ ഒരു സമയത്ത് നടക്കുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഡെത്ത് വന്നിരിക്കുന്നത്? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്. അവർ വിചാരിക്കുന്നുണ്ട്, അവർ ചതിച്ചാണ്, അവർക്കറിയാം അവർ നല്ല രീതിയിൽ നിങ്ങളെ ചതിച്ചാണ് വന്നിട്ടുള്ളത്. നിങ്ങളൊരിക്കലും പെടുത്താത്ത, അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹവും കെയറും തന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് നിർത്താൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അവർ ചെയ്ത ചതി എന്താണെന്ന് പകൽ പോലെ നിങ്ങൾക്കും മനസ്സിലായി എന്ന് അവർക്കും മനസ്സിലായി. അത് കാരണം ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോകില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അവർ വളരെ ദുഃഖത്തിൽ കൂടിയാണ്. കാരണം ഇപ്പോൾ അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല. അവർ ചതിച്ചു എന്നുള്ള കാര്യം, അവർ കാണിച്ച കള്ളത്തരങ്ങൾ, അവർ മറച്ചു വെച്ച പല സംഭവങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇത് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയാണ്, ഇത് കർമ്മയാണ്, ഈ ഒരു സിറ്റുവേഷനിൽ കൂടി എല്ലാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് എങ്ങനെ തരും? വീണ്ടും ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻ ഡെത്ത് സംഭവിച്ചതിന് ശേഷം ഒരു ജസ്റ്റിസ് ലഭിക്കുമോ എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി അവർക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹാപ്പി ഫാമിലി അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഏറ്റവും നല്ല അബണ്ടൻസ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്ക് കടന്നു വരുന്നതിൽ ഭയം നേരിട്ടിരിക്കുകയാണ്. അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ന്യൂ ബിഗിനിങ്, ഒരു വിജയം അവർക്ക് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ സ്കെൽറ്റിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു വിജയത്തിൻ്റെ കൊടിയാണ്. അവർ ആ ഒരു വിജയത്തിൻ്റെ കൊടി കൊണ്ടുവരികയാണ്. അവർക്ക് പ്രതീക്ഷയുണ്ട്, ഒരു നീതി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് നിങ്ങളൊരു നല്ലൊരു വ്യക്തിയാണെന്നും, ഒരു മദറിങ് കെയർ ആണെന്നും, ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന വ്യക്തിയാണെന്നും, നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ഗ്രോത്ത് ഉണ്ടെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് പണമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പോലെ എല്ലാം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാര്യങ്ങളാണെന്നും, നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നും, നിങ്ങൾ നേടിയിരിക്കുന്ന ഏത് സ്ഥാനമാണെങ്കിലും അതെല്ലാം അതിന് പിന്നിൽ നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയാണ് അവരെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ്. വീണ്ടും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. എംപ്രസ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, സെയിം എനർജി തന്നെയാണ്. നിങ്ങളാണ് അവരുടെ എല്ലാം എന്നും, ഒരു മദറിങ് കെയർ പോലെ നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ടെന്നും പരിപാലിച്ചിട്ടുണ്ടെന്നും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് നിങ്ങൾ ചെയ്ത കെയറിങ് ഒക്കെ ഇടയ്ക്ക് ഇപ്പോൾ അവർ ഓർക്കുന്നുണ്ട്. അത് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അവർ അഫർമേഷൻ ചെയ്യുകയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന്. ഇപ്പോൾ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചു എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ വിട്ടുപോയതിന് ശേഷം നിങ്ങൾക്ക് തകർന്ന അവസ്ഥയിൽ കൂടിയായിരുന്നു നിങ്ങൾ കടന്നു പോയരുതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു സിംഗിൾ മദർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അവരോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. ആ സമയത്തൊക്കെ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അവർ മനസ്സിൽ ഓർത്തെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? അതീവ ദുഃഖത്തിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത്. അവർ ഡിപ്രഷനിലാണ്, ഓവർ തിങ്കിങ് ആണ്, അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, അവർക്ക് തളർന്ന അവസ്ഥയിൽ കൂടിയാണ് ചില വ്യക്തികൾ ഇവിടെ. എത്രയും ശക്തമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ അവരെ പിന്തുടരാൻ പോകുന്നവർക്ക് ഇപ്പോൾ ഓവർ തിങ്കിങ് ആണ്. അവർ രണ്ട് സിറ്റുവേഷനിൽ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. അവർക്കൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളിൽ നിന്നും ശാപമോക്ഷം കിട്ടിയെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഒരു സൺ ഉണ്ടാകുകയുള്ളൂ എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നടന്നിരിക്കുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും ടവർ കൊണ്ടുവരണം, തേർഡ് പാർട്ടിയുടെ
ഇടയിൽ ടവർ കൊണ്ടുവരണം, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി അവസാനിപ്പിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു ന്യൂ ബിഗിനിങ് അവർക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മ അവർ പിന്തുടരും, അവർക്ക് രക്ഷയില്ല എന്നവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈഗോയുണ്ട്, ഈഗോയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുവാൻ അവർക്ക് പറ്റില്ല. അത് കാരണം അവരെത്രയും സഹിച്ചാലും ശരി തന്നെ നിങ്ങളുടെ മുമ്പിൽ തല താഴ്ത്തുവാൻ അവർ തയ്യാറാകില്ല. ഇപ്പോൾ അവർ നിങ്ങളെ ഒരു സ്റ്റാറായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഗ്രോത്ത് ഉണ്ട്, നിങ്ങളിപ്പോൾ പഴയ കാര്യങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കുന്നില്ല എന്നും നിങ്ങളെല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നതിന് ഒരുപാട് വ്യക്തികളുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിറകെ വരുന്നുണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഹെയർ കളർ ചെയ്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങൾക്ക് ഒരുപാട് ഓഫർ വരുന്നെന്നും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് പോലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് സംശയിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സ്പിരിച്വലി വിശ്വസിച്ച്, നിങ്ങളുടെ സോളിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങൾ അഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരും. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ്, ഒരു മെസ്സേജ് കൊടുക്കുന്നതിനെക്കുറിച്ച് അവർ മനസ്സിൽ കൂടി അവരുടെ ചിന്തകൾ കടന്നു പോകുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെയും നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തങ്ങളിലുള്ള റിലേഷൻഷിപ്പിൻ്റെ എനർജി. ഓക്കെ, ആക്ഷൻ എടുക്കുന്നില്ല, ആക്ഷനായിട്ടൊന്നും കാണുന്നില്ല. ആക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആക്ഷൻ സംഭവിക്കുകയുള്ളൂ. ഒരുപാട് വ്യക്തികൾക്ക് ഇവിടെ പേഴ്സൺ വന്നു കഴിഞ്ഞു. ഇന്നലെ മെനിഞ്ഞാന്നുമായിട്ടൊക്കെ ഉള്ള ഒരുപാട് കമൻസുകളിൽ പേഴ്സൺ വന്നു കഴിഞ്ഞു. നല്ല ശക്തിയേറിയ മാനിഫെസ്റ്റ് ചെയ്ത വ്യക്തികൾക്കെല്ലാം ആക്ഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരട്ടെ. പിന്നെ സാഹചര്യം കൂടി നോക്കണം. ജനറൽ റീഡിംഗ് ആണ്. ഈ ജനറൽ റീഡിംഗ് വെച്ചുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ വിലയിരുത്താൻ, നിങ്ങളുടെ പേഴ്സണെ വിലയിരുത്താൻ പാടില്ല. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വിലയിരുത്തേണ്ടത്. കാരണം ചില വ്യക്തികൾ പൂർണ്ണമായിട്ടും പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയി എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ബുദ്ധിശൂന്യതയുടെ ലക്ഷണമാണ്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട് എങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആവുന്ന കാര്യമല്ല, റെസനേറ്റ് ആവുന്നവർ മാത്രമാണ് എടുക്കേണ്ടത്. പൂർണ്ണമായും നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല എങ്കിൽ ആ പേഴ്സണുമായിട്ടുള്ള എല്ലാ ചിന്തകളും നിങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ന്യൂ ബിഗിനിങ് മറ്റൊരു ദിശയിലേക്ക് ചലിപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ ജന്മം നിങ്ങൾ പാഴാക്കി കളയരുത്. ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് കിട്ടാവുന്നതിൽ ഏറ്റവും പുണ്യ ജന്മമാണ്. അത് എന്തിനെങ്കിലും ഇമോഷണൽ പരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. പൊട്ടക്കിണറ്റിലേക്ക് വെള്ളം കോരുന്നതിന് വേണ്ടി തൊട്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും അതിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് വെള്ളം കോരുന്നതിന് വേണ്ടി പല തവണ നിങ്ങൾ വെള്ളത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. സിറ്റുവേഷനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങളിലേക്ക് വരുന്നതല്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ ഇൻഡ്യൂഷൻ നൽകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ തരും. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിക്കുക, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കണമോ മൂവ് ഓൺ ചെയ്യണമോ എന്ന് നമുക്കൊന്ന് ചോദിക്കാം. ഒന്ന് പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മൂവ് ഓൺ ചെയ്യുന്ന പൂർണ്ണമായിട്ടും എൻ്റെ വ്യൂസിനെ വിട്ടുപോയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ വ്യൂസിൻ്റെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വെയിറ്റ് ചെയ്യണമോ? മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എത്ര കറക്റ്റായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. മൂവ് ഓൺ ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് എതിരാണെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഈ സങ്കടങ്ങളെല്ലാം മാറും. നിങ്ങൾ ഇപ്പോഴുള്ള ആ മാനസിക വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ചില വേദനകൾ, മറക്കാൻ വയ്യാത്ത ചില കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ഒരു ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ആ ചന്ദ്രൻ മാറി വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം നിങ്ങൾക്ക് കടന്നു വരും. പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാതെ പൊട്ടക്കിണറ്റിലേക്ക് വെള്ളം കോരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തൊട്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് നേരം വെളുക്കുന്നത് വരെയും അവിടെ നിൽക്കേണ്ടി വരും. എപ്പോഴാണ് നേരം വെളുക്കുന്നതെന്ന് വെച്ച് അറിയാനും പറ്റത്തില്ല. യൂണിവേഴ്സിൻ്റെ മറുപടി ഇതാണ്: നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ വരുന്നെങ്കിൽ വരട്ടെ, നിങ്ങൾ ഇപ്പോഴുള്ള ദിവസത്തെ നിങ്ങൾ സന്തോഷിക്കുക എന്നാണ് ഇൻഡ്യൂഷൻ നൽകുന്നത്. ഇത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ യൂണിവേഴ്സ് നിർബന്ധിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത്. ഇത് ആർക്ക് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല. റെസനേറ്റ് ആയവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നമുക്ക് നോക്കാം. ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പം ഇതിന് കുറച്ച് പേരുകളും സ്ഥലങ്ങളും വർഷങ്ങളും ഒക്കെയാണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ സ്ഥലമോ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ പേരോ എഴുതിയിടണമെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ എഴുതിയിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ 2022 വന്നിട്ടുണ്ട്, 2023 വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഏജോ ഡേറ്റോ വർഷമോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഒക്ടോബർ വന്നിട്ടുണ്ട്. ഒരു തിരുമുക്ക് എന്നെഴുതിയിരിക്കുന്ന സ്ഥലം വന്നിട്ടുണ്ട്. 234 വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു നമ്പരോ മാസമോ ഫെബ്രുവരി മാസമോ മാർച്ച് മാസം ഏപ്രിൽ മാസം നിങ്ങളുടെ പേഴ്സൻ്റെയോ റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ജനുവരി മാസം വന്നിട്ടുണ്ട്. 1968 വന്നിട്ടുണ്ട്. 87 വന്നിട്ടുണ്ട്. ശ്യാം എന്ന് പറയുന്ന ഒരു പേര് വന്നിട്ടുണ്ട്. കോട്ടയം വന്നിട്ടുണ്ട്. ജമീസ് എന്ന് പറയുന്നൊരു പേര് വന്നിട്ടുണ്ട്. ക്യൂ വന്നിട്ടുണ്ട്. കെ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 34 ഏജ് ആയിരിക്കാം. ഗിരിജ എന്ന് പറയുന്ന പേര് വന്നിട്ടുണ്ട്. സിബി വന്നിട്ടുണ്ട്. 1986 വന്നിട്ടുണ്ട്. ലില്ലി വന്നിട്ടുണ്ട്. ആലിയ വന്നിട്ടുണ്ട്. 14, 16, 18 വന്നിട്ടുണ്ട്. ഡേറ്റ് ആയിരിക്കാം. മാർച്ച് മാസം വന്നിട്ടുണ്ട്. തിരുവനന്തപുരം വന്നിട്ടുണ്ട്. 82 വന്നിട്ടുണ്ട്. 1982. അമ്മു എന്ന് പറയുന്നൊരു പേര് വന്നിട്ടുണ്ട്. ശ്രദ്ധ വന്നിട്ടുണ്ട്. ബൈജു എന്ന് പറയുന്നൊരു പേര് വന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ പേരോ നിങ്ങളുടെ പേഴ്സൻ്റെ പേരോ എഴുതിയിടണമെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ കൂടി പറഞ്ഞാൽ ഞാൻ എഴുതിയിടാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ, നിങ്ങളുടെ എനർജിയാണോ കടന്നു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നീ എനിക്ക് ദൈവം തന്ന ഏറ്റവും വിലയേറിയ സമ്മാനമായിരുന്നു. ഓക്കെ, അവരതൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ നഷ്ടമാക്കി കളഞ്ഞു. ദൈവം കൊടുത്ത, ചിലപ്പോൾ അവർ ഒരുപാട് കഷ്ടങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കായിരിക്കും നിങ്ങളെന്നുള്ള ഒരാശ്വാസം അവർക്ക് ദൈവം കൊടുത്ത് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലഭിച്ച ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ അത് അവർ മനസ്സിലാക്കാതെ നിങ്ങളിൽ നിന്നും ചില വൈര്യങ്ങളില്ലേ, അത് നമ്മൾ ഉപേക്ഷിച്ച് കളയും. ഓക്കെ, ചില വൈര്യങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നത് പോലെ നിങ്ങളുടെ വാല്യൂ എന്തെന്ന് മനസ്സിലാക്കിയില്ല. ദൈവം തന്ന ഗിഫ്റ്റ് ആയിരുന്നു എന്ന് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് അറിയാം ആ ബന്ധം തകർത്തത് ആര് എന്ന്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മനഃപൂർവ്വമായിട്ട് ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അതിൽ പശ്ചാത്താപം തോന്നുകയാണ്. നിങ്ങളുടെ പേഴ്സൺ പറയുന്നു, എനിക്കറിയാം ഈ റിലേഷൻഷിപ്പ് നശിപ്പിച്ചത് ഞാൻ തന്നെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ്, നിങ്ങളാണ് അവരുടെ ബലം ആയിരുന്നത്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ബലവും എല്ലാം നിങ്ങൾ മാത്രമായിരുന്നു. മറ്റൊരു വ്യക്തികൾക്കും
അവരുടെ ലൈഫിൽ വന്നിട്ട് അവർക്ക് മറ്റൊരു വ്യക്തികൾക്കും അവർക്ക് ഇത്രയും സ്ട്രെങ്ത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇത്രയും സപ്പോർട്ട് മറ്റൊരു വ്യക്തികളിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് വിശ്വാസമുണ്ട്, നിങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് അവർ വീണ്ടും ലൈഫിലേക്ക് സ്വീകരിക്കുമെന്ന് ഒരു വിശ്വാസം അവർക്കുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നീ പഴയ എല്ലാ കാര്യങ്ങളും മറക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരിൽ വിശ്വാസമുണ്ട് എന്ന് അവരുടെ വിശ്വാസമാണത്. നിങ്ങൾ അവരെ വിശ്വസിക്കുന്നു എന്ന് അവർ പറയുന്നു. ഓക്കെ, ചില വ്യക്തികൾ പറയുന്നു നീ എന്നെ യൂസ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അത് ചിലപ്പോൾ മൂവ് ഓൺ ചെയ്ത വ്യക്തികളായിരിക്കും. ഓക്കെ, നിങ്ങൾ അവരെ യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും ചില കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ സിസ്റ്റമാണ്, നിങ്ങൾ തരുന്ന കമൻറ്റും സബ്സ്ക്രൈബുമാണ് നമ്മുടെ ദക്ഷിണയായിട്ട് നിങ്ങൾ കൂട്ടുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് ചെയ്യുന്നത് ദക്ഷിണയായിട്ട് തന്നെ നിങ്ങൾ തീരുമാനിച്ച് രാവിലെ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളും പ്രവർത്തിക്കുക. ഓക്കെ, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിന് ഗിവ് ആൻഡ് ടേക്ക് ആണെങ്കിൽ മാത്രമേ പ്രകൃതി അതിന് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ഒരു പൂജ നടത്തിയാൽ തന്നെയും നിങ്ങൾ അവർക്ക് ദക്ഷിണ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫലം നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല എങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കില്ല. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്